Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഈ റെസിപ്പി ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പം തന്നെ. കുറേ ടൈമൊന്നും ഇതിന് വേണ്ടിയിട്ട് മെനക്കെടേണ്ടൊന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ചായ തിളക്കുന്ന സമയം കൊണ്ട് ആയി കിട്ടുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും, അത്രയ്ക്കും നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇത് രാവിലെ തന്നെ കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും കഴിക്കാം, ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസും കുറച്ച് മാത്രമേ ഉള്ളൂ. മല്ലിയില, ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ, ഒരു ക്യാരറ്റ്, 2 പച്ചമുളക് അവരവരുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് നന്നായി ചെറുതായി അരിഞ്ഞെടുക്കണം. ക്യാരറ്റിന് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നെല്ലാം പറയുന്നില്ലേ, അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മുട്ട വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നുള്ളത്. ഇതിന് വേണ്ടിയിട്ട് 5 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു സവാള കൂടി ആവശ്യമുണ്ട്, ഒനിയന്, അതും കൂടി ചെറുതായി അരിഞ്ഞെടുക്കണം. അപ്പോൾ അരിപ്പൊടിയും ഇതിലേക്ക് യൂസ് ആക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട്. നൈസ് പത്തിരിൻ്റെ പൊടിയില്ലേ, ആ പൊടിയാണ്. പിന്നെ മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻറ്റും വെജിറ്റബിൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം സവാള ഇട്ടെടുത്തു, പിന്നെ ക്യാപ്സിക്കം ഇട്ടെടുത്തു, പിന്നെ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, പിന്നെ കൊറിയാണ്ടർ ലീവ്സിലെ മല്ലിച്ചപ്പ് അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ എപ്പോഴും ഒരേപോലെ തന്നെ സ്നാക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിലും ഉപരി നമുക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്ക്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇത് അരിപ്പൊടിയാണ് കേട്ടോ, നൈസ് പത്തിരിപ്പൊടി. അപ്പോൾ അത് കൂടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 ടീസ്പൂണ് ഫുള്ളായിട്ട് പെപ്പർ പൗഡറിലേക്ക് കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ തന്നെ നമ്മൾ തേങ്ങ ചിരവിയത് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ അവസാനം പാനിൽ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അത് മേലായിട്ട് തന്നെ കടിക്കുമ്പോൾ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഗീ ആണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ഓൾഡ് പാനിൽ, പഴയ യൂസ് ആക്കാത്ത പാൻ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് ഇതിലേക്ക് ഇങ്ങനെ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് അത് നല്ല ചൂടായതിൽ പിന്നെ അതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചെടുക്കാം. ആ ഫ്രൈ പാനിലേക്ക് നമ്മൾ അടുത്ത് ഒരു 20 സെൻറ്റിമീറ്റർ ഉണ്ട ഫ്രൈ ഫാനൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ. അപ്പോൾ ഒരു കുറച്ച് കട്ടിയായിട്ട് കിട്ടും. അത് ഒരു 1/4 കപ്പിന് മേലെയായിട്ട് ചെറിയ തേങ്ങയല്ല, ഫ്രഷ് തേങ്ങ, അതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ടൈമിൽ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിയിൽ നമ്മൾ ഒഴിച്ചതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ട് ഉണ്ടാവും അത്. അപ്പോൾ മേലെ മാത്രം അകത്തുള്ള ഫില്ലിങ്സിലേക്ക് ഈ തേങ്ങ ഉണ്ടാവും. അത് കഴിക്കുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും. ഇങ്ങനെ ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ, ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുന്നില്ലേ, ആ ടൈമിൽ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആവാം. അപ്പം തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടായിട്ട് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഡീമോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്കും ഞാൻ ഗീ തന്നെയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട്. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് മതി, കുറേയൊന്നും വേണ്ട. ഇത് ഫുള്ളായിട്ട് വെന്തതാണ് ഓൾറെഡി. അപ്പോൾ അടിഭാഗവും കൂടി ഒരു കളറാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നേ ഇല്ലൂ. ഇതാ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ആകെ മൊത്തം 10 മിനിറ്റ് മാത്രമാണ് കേട്ടോ വേണ്ടുള്ളത് ഇത് വെന്ത് കിട്ടാനുള്ള പാകം. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്ന വെജിറ്റബിൾസ് കൊണ്ട് ഇത് ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നോക്കപ്പേ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. പോളെന്നും പറയാം, സ്നാക്ക് എന്നും പറയാം, കൽത്തപ്പൊന്നും പറയാം, എന്തുവാണെങ്കിലും പറയാം. നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. വീട്ടിലേക്കൊക്കെ
പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ 10 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്നാക്ക് തന്നെയാണ് ഇത്. കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ, ടിഫിൻ ബോക്സിൽ നമുക്ക് ഉച്ചക്കത്തേക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് കൂടിയാണ് ഇത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ ഉണ്ടെന്ന് അതുകൂടി കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു പീസ് തന്നെ മതിയാവും നമ്മൾക്ക് വയറ് നിറയാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത്. ചീസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ചീസ് ഒരുപാട് ഇഷ്ടമായിരിക്കും. അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലേക്ക് നമ്മൾ രണ്ടാമത് തിരിച്ചിട്ടിട്ട് കൊടുക്കുന്ന ടൈമിൽ അത് ഇട്ടതിന് ശേഷം ലാസ്റ്റായിട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചീസ് ഇതിൻ്റെ മേലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.